ഇത് NDA 2018 ആണ്. ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഫോർമുല വരുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അത് പ്രോബ്ലത്തിന് തൊട്ട് മുമ്പ് പറഞ്ഞാൽ അത് മനസ്സിലാവുള്ളൂ, അതുകൊണ്ടാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ആവറേജ് ഏജ് ഓഫ് ദ കമ്പൈൻഡ് ഗ്രൂപ്പ് ഓഫ് മെൻ ആൻഡ് വുമൺ ഈസ് 25. മനസ്സിലായോ? അതായത് മെൻ കുറച്ച് നമ്പർ ഓഫ് മെൻ ആൻഡ് നമ്പർ ഓഫ് വുമൻ എത്ര പേരുണ്ടെന്ന് അറിയില്ല, അവരുടെ ആവറേജ് ഏജ് 25 ആണ്. എല്ലാവരെയും കൂടി കൺസിഡർ ചെയ്തിട്ട് ഉള്ള ആവറേജ് ഏജ് 25 ആണ്. ഇഫ് ദ ആവറേജ് ഏജ് ഓഫ് ദ ഗ്രൂപ്പ് ഓഫ് മെൻ 26, മെൻ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ അവരുടെ ആവറേജ് ഏജ് 26ഉം ആൻഡ് ആവറേജ് ഏജ് ഓഫ് ദ വുമൻ 21 ആണ്. then the percentage of men and women in the group respectively, percentage ആണ് അല്ലേ. അപ്പൊ ഞാനൊരു റിസൾട്ട് പറഞ്ഞുതരാം. ഈ റിസൾട്ട് മറന്നു പോകരുത്. ഇപ്പൊ കുറെ ഗ്രൂപ്പ്, ഇപ്പൊ 2 ഗ്രൂപ്പ് ആവണമെന്നില്ല, എത്ര ഗ്രൂപ്പ് ആണെങ്കിലും വരാം. മനസ്സിലായാലോ? ഞാനത് റിസൾട്ട് ആയിട്ട് പറഞ്ഞുതരാം. ഈ റിസൾട്ട് നിങ്ങൾ മറക്കാൻ പാടില്ല. കുറെ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഞാനത് ഇങ്ങനെ എഴുതട്ടെ. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, റിസൾട്ടാണ് ഈ പറയുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ ക്വസ്റ്റിലോട്ട് വരാം. ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 4, അങ്ങനെ കുറെ ഗ്രൂപ്പുകളുണ്ട്. മനസ്സിലായല്ലോ? N1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ഗ്രൂപ്പ് 1. അല്ലെങ്കിൽ ഒരു കുറെ ഡിവിഷൻസ് ഉണ്ട് സ്കൂളിൽ അല്ലെ. ഇപ്പോ 10A, 10B, 10C, 10D എന്ന് പറഞ്ഞ കുറെ ഡിവിഷൻസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ കരുതിയാൽ മതി. ആദ്യത്തെ ഡിവിഷനിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് N1 ആണ്. രണ്ടാമത്തെ ഡിവിഷനിലെ നമ്പർ ഓഫ് സ്റ്റുഡൻറ് N2 ആണ്. തേർഡ് ഡിവിഷനിലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് N3 ആണ്, എക്സെട്ര. അങ്ങനെ കരുതിയാൽ മതി. പിന്നെ ആദ്യത്തെ ഡിവിഷനിലെ ആവറേജ് മാർക്ക്. ഇപ്പൊ ഞാനൊരു എക്സാം കണ്ടക്ട് ചെയ്തു ഓരോ ഡിവിഷനിലും. ഫസ്റ്റ് ഡിവിഷനിൽ N1 സ്റ്റുഡൻസ് ഉണ്ട്. അവിടെ എക്സാം കണ്ടക്ട് ചെയ്തപ്പോൾ ഉള്ള ആവറേജ് മാർക്ക് X1 ബാർ. വേറൊരു ക്ലാസ് ഉണ്ട്, അവിടെ N2 സ്റ്റുഡൻസ് ആണുള്ളത്. സെയിം ടെസ്റ്റ് അവിടെ കണ്ടക്ട് ചെയ്തപ്പോൾ കിട്ടിയ ആവറേജ് മാർക്ക് X2 ബാർ. വേറൊരു ഡിവിഷൻ ഉണ്ട്, അവിടെ X3 ബാർ, എക്സെട്ര. എത്ര ഗ്രൂപ്പ് വേണമെങ്കിലും വരാം. ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി? എല്ലാ സ്റ്റുഡൻസും, ഓരോ ഡിവിഷനിലുള്ള എല്ലാ സ്റ്റുഡൻസിനെയും കൂടി ഒരു സിംഗിൾ ഹാളിലോട്ട് ഇരുത്തി എല്ലാവരെയും കൂടി കൺസിഡർ ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ നെറ്റ് ആവറേജ് അഥവാ കമ്പൈൻഡ് ആവറേജ്? എല്ലാ സ്റ്റുഡൻസിനെയും കൂടി കൺസിഡർ ചെയ്തു. അപ്പൊ കിട്ടുന്ന ആവറേജ് എന്താണ്? കമ്പൈൻഡ് ആവറേജ് എന്നാണ് പറയാം. ദ കമ്പൈൻഡ് ആവറേജ് കാണാനുള്ള ഫോർമുല X ബാർ C എന്ന് എഴുതാം. അല്ലെ, നമുക്ക് ഈ ഫോർമുല നിർബന്ധമായിട്ട് ബൈ ഹാർട്ട് ആക്കണം. N1 X1 ബാർ, ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഈ ഫോർമുല നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. N1 X1 ബാർ പ്ലസ് N2 X2 ബാർ പ്ലസ് N3 X3 ബാർ, എക്സെട്ര. ഈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസും കറസ്പോണ്ടിങ് മീനും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് പോവാം. ഓൾ ഡിവൈഡ് ബൈ N1 പ്ലസ് N2 പ്ലസ് N3 പ്ലസ് എക്സെട്ര. ഇതാണ് കമ്പൈൻഡ് മീൻ കാണാനുള്ള ഫോർമുല. ഇത് നിങ്ങൾ പഠിക്കണം. ഇത് ബൈ ഹാർട്ട് ആക്കാൻ ഈസി അല്ലേ? ബൈ ഹാർട്ട് ആക്കാൻ ഈസിയാണ്. ഇവിടെ എത്ര ഗ്രൂപ്പ് വേണമെങ്കിലും വരാം. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 2 ഗ്രൂപ്പേ ഉള്ളൂ. മെന്റെ ഒരു ഗ്രൂപ്പ്, വുമന്റെ വേറൊരു ഗ്രൂപ്പ് അല്ലെ. അപ്പൊ ഇവിടെ N1ഉം N2 ഉള്ളൂ, N3 ഒന്നും ഇല്ല ഇവിടെ. അപ്പൊ ഞാനിത് ഡിസ്കസ് ചെയ്യാം, ശ്രദ്ധിച്ച് കേൾക്കണം ഈ പ്രോബ്ലം. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ. മെൻ, നമ്പർ ഓഫ് മെൻ നമുക്ക് N1 എന്ന് പേര് കൊടുക്കാം അല്ലെ. നമ്പർ ഓഫ് മെൻ അറിയില്ല അല്ലെ. നമ്പർ ഓഫ് വുമൻ എന്താണ്? അറിയില്ല. X1 ബാർ എന്താ? അതായത് ആവറേജ് ഏജ് ഓഫ് മെൻ അത് തന്നിട്ടില്ലേ ക്വസ്റ്റ്യനില്? 26. ശരിയാണോ? അതെയല്ലോ. ആൻഡ് ആവറേജ് ഏജ് ഓഫ് ദ വുമൻ എത്രയാണ്? X2 ബാർ എന്ന് ഡിനോട്ട് ചെയ്യാം, വിച്ച് ഇസ് 21. എല്ലാവരെയും കൂടിയും കൺസിഡർ ചെയ്തിട്ട് വരുന്ന കമ്പൈൻഡ് മീൻ X ബാർ C അത് എത്രയാണ്? 25 ആണ്. ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നുണ്ട് കമ്പൈൻഡ് ഗ്രൂപ്പ്. നമ്മളെ ഫോർമുല വരുന്നത് X ബാർ C ഈക്വൽ ടു N1 X1 ബാർ പ്ലസ് N2 X2 ബാർ ഡിവൈഡ് ബൈ N1 പ്ലസ് N2 ആണ്. ഇതാണ് നമ്മളെ ഫോർമുല വരുന്നത്. N3 X3 ബാർ ഇല്ലല്ലോ, 2 ഗ്രൂപ്പ് അല്ലേ ഉള്ളൂ. തന്ന വാല്യൂസ് എല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. X ബാർ C കമ്പൈൻഡ് മീൻ 25. N1 എന്താണെന്ന് അറിയില്ല. X1 ബാർ 26. N2 എന്താണെന്ന് അറിയില്ല. X2 ബാർ 21. ഡിവൈഡ് ബൈ N1 പ്ലസ് N2. N1ഉം N2 എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല അല്ലേ? ശരിയല്ലേ? നമുക്കിതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ? അപ്പൊ നമ്മൾ ഓരോ സ്റ്റെപ്പ് എഴുതുമ്പോഴും എഴുതിയത് ശരിയല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ.
അത് നിർബന്ധമാണ്. നമുക്കിതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ എന്ത് വരും? 26n1 പ്ലസ് 21n2 അല്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ നമുക്കിതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ? 25 into n1 plus n2 അല്ലേ? 25 into n1 plus n2 എന്ന് പറയുമ്പോൾ 25n1 plus 25n2. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോ 25n1 plus 25n2 എന്ന് എഴുതി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്താലോ? അതറിയാമല്ലോ, 26n1 minus 25n1 അല്ലേ? n1ന്റെ ടേമുകളെല്ലാം ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാം, n2ന്റെ ടേംസുകളെല്ലാം റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാം. റൈറ്റ് സൈഡില് 25n2 മൈനസ് 21n2 എന്ന് കിട്ടും. നമ്മൾ ഓരോ സ്റ്റെപ്പ് എഴുതുമ്പോഴും വളരെ ശ്രദ്ധ വേണം. ഇത് എഴുതിയത് ശരി തന്നെയല്ലേ? മിക്കവരും ആ സ്റ്റെപ്പ് മറന്നു, അത് നോക്കുന്നില്ല, അത് ചെക്ക് ചെയ്യാറില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വരും, കംപ്ലീറ്റ് തെറ്റിപ്പോകും. നമ്മൾ എഴുതിയത് ശരി തന്നെയാണോ? യെസ്, 26n1 മൈനസ് 25n1 ഇക്വൽ 25n2 മൈനസ് 21n2 കറക്റ്റ് ആണ്. ലെഫ്റ്റ് സൈഡിൽ n1 വന്നു ആൻഡ് റൈറ്റ് സൈഡിൽ 25 മൈനസ് 21 അല്ലെ? 4n2 എന്ന് വന്നു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. നമുക്ക് എന്ത് വേണ്ടത്? ദെൻ ദ പെർസെൻറ്റേജ് ഓഫ് മെൻ ആൻഡ് വുമൺ അല്ലെ? ആദ്യം പെർസെൻറ്റേജ് ഓഫ് മെൻ കാണാം. പെർസെൻറ്റേജ് ഓഫ് മെൻ കാണണമെങ്കിൽ അറിയാലോ, നമ്പർ ഓഫ് മെൻ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഇൻറ്റു 100. അങ്ങനെയാണല്ലോ പെർസെൻറ്റേജ് കാണുന്നത്. ഹൗ മെനി അല്ല, പെർസെൻറ്റേജ് ഓഫ് മെൻ കാണുന്നത് അങ്ങനെയാണല്ലോ, നമ്പർ ഓഫ് മെൻ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ. ഐ മീൻ മെൻ പ്ലസ് വുമൻ ആണ് ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഇൻറ്റു 100 ചെയ്താൽ മതി. ഇവിടെ n1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ n1 വരെ 4n2 കൊടുത്താലും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? n1 4n2 ആണെന്ന് കിട്ടിയല്ലോ. താഴെയുണ്ട് അല്ലേ n1 4n2 ആണ് നമുക്ക് ഓൾറെഡി കിട്ടിയല്ലോ. n2 തന്നെ ആയിട്ടിരുന്നോട്ടെ ഇൻറ്റു 100 പെർസെൻറ്റേജ് സിമ്പിൾ ഇടണം. ഇവിടെ 4n2 ബൈ 5n2 അല്ലേ? 4n2 ബൈ 5n2 ഇൻറ്റു 100. അപ്പൊ n2 ക്യാൻസൽ ആയി പോവും. എത്ര വരാ? 100 ബൈ 5 20 ആണ് അല്ലേ? 100 ബൈ 5 20 ആണ്. അപ്പോ 4 into 20 ശരി തന്നെയാണല്ലോ. 100 ബൈ 5 20 തന്നെയാണ്. 4 into 20 80%. നമ്പർ ഓഫ് മെൻ എത്രയാണ്? 80%. അപ്പൊ നമ്പർ ഓഫ് വുമൻ 20% അല്ലേ? പെർസെൻറ്റേജ് ഓഫ് വുമൻ റിമൈനിങ് അല്ലേ? 20%. അപ്പൊ 80% ആൻഡ് 20% അങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ആൻസർ ഏതാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇത് NDA 2018 ചോദിച്ചതാണ്. ഈ മോഡൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്, ഇത് മറക്കാൻ പാടില്ല. സോ NDA 2019 ഇതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാനും ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കട്ടെ. The mean weight of 150 students in a certain class is 60. The mean weight of 150 students in a certain class is 60. The mean weight of boys is 70 and that of girls 55. What are the number of boys and girls respectively in the class? ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? മീൻ വെയിറ്റ് ഓഫ് 150 സ്റ്റുഡൻസ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട് അല്ലേ? ശരിയല്ലേ? അപ്പൊ നമുക്ക് നേരെ ഫോർമുല അങ്ങോട്ട് എഴുതാം അല്ലേ? അധികം സ്റ്റെപ്പുകളൊന്നും എഴുതാതെ നേരെ ഫോർമുല എഴുതിയാലോ? കമ്പൈൻഡ് മീൻ കാണാനുള്ള ഫോർമുല ഇവിടെ അറിയാമല്ലോ. ബോയ്സിന്റെ ഒരു ഗ്രൂപ്പ്, ഗേൾസിന്റെ ഒരു ഗ്രൂപ്പ്. കമ്പൈൻഡ് മീൻ അല്ലേ? നേരത്തെ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ അല്ലേ? നേരെ ഫോർമുല അങ്ങോട്ട് എഴുതിയാലോ? n1 x1 ബാർ പ്ലസ് n2 x2 ബാർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. ഇവിടെ n1 പ്ലസ് n2 150 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 150 ആണ് ഇല്ലേ? ക്വസ്റ്റ്യൻ തന്നിട്ടില്ലേ? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് 150 ആണ്. ഓക്കെ, അത് നമുക്ക് ലാസ്റ്റ് യൂസ് ചെയ്യാം. ഇവിടെ എക്സ് ബാർ സി കമ്പൈൻഡ് മീൻ എത്രയാണ്? ദ മീൻ വെയിറ്റ് ഓഫ് 150 സ്റ്റുഡൻസ് ഇൻ എ സർട്ടൻ ക്ലാസ് 60. അപ്പൊ എക്സ് ബാർ സി 60 ആണ്. ദ കമ്പൈൻഡ് മീൻ 60 ആണ്. അത് മനസ്സിലായല്ലോ? ഇനി n1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബോയ്സ് അല്ലേ? നമ്പർ ഓഫ് ബോയ്സ് അതറിയില്ല എന്താന്ന് അല്ലേ? x1 ബാർ എന്ന് പറഞ്ഞാൽ മീൻ വെയിറ്റ് ഓഫ് ബോയ്സ് എത്രയാണ്? ദ മീൻ വെയിറ്റ് ഓഫ് ബോയ്സ് 70 ആണ്.
N2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഗേൾസ്, അതറിയില്ല എന്താ. X2 ബാർ എന്ന് പറഞ്ഞാൽ മീൻ വെയിറ്റ് ഓഫ് ഗേൾസ്, അത് എത്രയാണ്? 55. നോക്കിയേ, നമ്മൾ ഓരോ സ്റ്റെപ്പ് എഴുതുമ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ശരി തന്നെയല്ലേ എന്ന് ഉറപ്പ് വരുത്തണം. താഴെ N1 + N2 ആണ് അല്ലേ? N1 + N2 150 ആണ്. ഇവിടം വരെ നിങ്ങൾക്ക് നല്ലപോലെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. N1 ഉം N2 എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. N1 + N2 150 ആണെന്ന് അറിയാം അല്ലേ? അപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ശരി തന്നെയല്ലേ? അതെ. ഞാനിതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഇവിടെ 70 N1 + 55 N2, 150 × 60 അല്ലേ? 150 × 60 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. 150 × 60 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 9000 കിട്ടും. 9000 കിട്ടും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. നമുക്ക് N1 ഉം N2 കണ്ടുപിടിക്കണം അല്ലേ? വേണമെങ്കിൽ ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം, അതല്ലെങ്കിൽ അവിടെ സ്റ്റെപ്പ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പറയാം. 70 N1 + 55 × N2. N2നെ നമുക്കൊരു കാര്യം ചെയ്താലോ. N2നെ നമുക്ക് എങ്ങനെ എഴുതാം? N2നെ നമുക്ക് 150 - N1 എന്ന് എഴുതാമല്ലോ. N2നെ എങ്ങനെ എഴുതാം? 150 - N1 എന്ന് എഴുതാം. ഇപ്പൊ N2ന് പകരം എന്ത് എഴുതാൻ പോവാണ്? 150 - N1 = 9000 എന്ന് കിട്ടി. ഇവിടെ ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 70 N1 + 55 × 150 എത്രയാണ്? അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. 55 × 150 ചെയ്താൽ 8250 കിട്ടും. 8250 കിട്ടും. -55 N1 = 9000. ഇതും ക്ലിയർ ആയിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 70 N1 - 55 N1, അതെത്രയാ? 15 N1 അല്ലേ? അതെ, 15 N1. 8250 അങ്ങോട്ട് പോട്ടെ. അപ്പൊ 9000 - 8250 എത്രയാണ്? 750 അല്ലേ? നോക്കി. അതെ, ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് N1 കിട്ടും അല്ലേ? N1 എന്താ വരുന്നത്? 750 / 15 അല്ലേ? അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കട്ടെ കേട്ടോ. 715 / 50 ചെയ്താൽ 50 കിട്ടും. ഇപ്പൊ N1 കിട്ടി. എന്താണ് N1 എന്ന് പറഞ്ഞാൽ? നമ്പർ ഓഫ് ബോയ്സ്. അപ്പോൾ ഉടനെ തന്നെ നമ്പർ ഓഫ് ഗേൾസ് എഴുതാമല്ലോ, കാരണം N1 + N2 150 ആണല്ലോ. നമ്പർ ഓഫ് ബോയ്സ് 50 ആണെങ്കിൽ നമ്പർ ഓഫ് ഗേൾസ് വിൽ ബി 100. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലേ? 50 ആൻഡ് 100 ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ഇത് NDA 2019 ആണ്. ഇത് കുറച്ച് ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് സ്പീഡിന്റെ കാര്യങ്ങൾ അറിയണം. സ്പീഡ് അറിയാമോ? സ്പീഡ് ഫോർമുല പഠിച്ചിട്ടുണ്ടോ സ്പീഡിന്റെ? ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കണം. A car travels first 60 km at a speed of 3v km/h. A car travels first 60 km at a speed of 3v km/h and travels next 60 km at 2v km/h. What is the average speed? Average speed കാണാനുള്ള ഫോർമുല അറിയാമോ? ആവറേജ് സ്പീഡ് കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. മറക്കരുത്, ഇത് ബൈ ഹാർട്ടാക്കി വെച്ചു. പഠിച്ചിട്ടില്ലേ ഈ ഫോർമുല? ആവറേജ് സ്പീഡ് കാണണമെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം അറിയാമല്ലോ. ഇവിടെ അധികം ഡയഗ്രം ഒന്നും വരയ്ക്കാതെ വേഗം ചെയ്യാണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം ആണല്ലോ. അതറിയില്ലെങ്കിൽ സൈഡിലായിട്ട് എഴുതി വെച്ചോ നിങ്ങൾ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് അറിയാം, അതോ അവിടെ ഇരിക്കട്ടെ കേട്ടോ. ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ അറിയാം നമുക്ക്. എന്താണ്? 60 km + 60 km. ഇതാണല്ലോ ടോട്ടൽ ഡിസ്റ്റൻസ്, ശരിയല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് 60 km ട്രാവൽ ചെയ്തു, അത് കഴിഞ്ഞ് വീണ്ടും ഒരു 60 km ട്രാവൽ ചെയ്തു. സോ ടോട്ടൽ ഡിസ്റ്റൻസ് വിൽ ബി 60 + 60. ടൈം കാണുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഡിസ്റ്റൻസ് = സ്പീഡ് ഇൻറ്റു ടൈം നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ടൈമിനെ നമുക്ക് എങ്ങനെ എഴുതാം? ടൈം ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ? ഡിസ്റ്റൻസിനെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടൈം കിട്ടും. അപ്പൊ ടോട്ടൽ ടൈം എന്താണെന്ന് നമുക്കറിയില്ല. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ ടോട്ടൽ ടൈം? ഇല്ല. ടോട്ടൽ ഡിസ്റ്റൻസ് ഓക്കെയാണ്, ടോട്ടൽ ടൈം ക്വസ്റ്റ്യൻ തന്നിട്ടില്ല.
ട്രാവലിംഗ് ടൈം, ടോട്ടൽ ട്രാവലിംഗ് ടൈം. ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, 60 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് 3v ആണ് അല്ലേ. 60 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് 3v ആണ്. അപ്പോൾ അതിന് വേണ്ടി എത്ര സമയം പോയി? 60 കിലോമീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, 3v സ്പീഡിലാണ് ട്രാവൽ ചെയ്തത്. അതിന് ആ ട്രാവലിങ്ങിന് എത്ര ടൈം എടുത്തു? ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി 60/3v ടൈം പോയിട്ടുണ്ട്. ആ ഒരു ഡിസ്റ്റൻസിന് മാത്രം 60/3v ടൈം പോയിട്ടുണ്ട്. ഇനിയും ടൈം പോയിട്ടുണ്ട്. വേറെ എന്താണ്? വേറെ ഫർദർ ഒരു 60 കിലോമീറ്റർ കൂടി ട്രാവൽ ചെയ്തു, വേറൊരു സ്പീഡിലാണ്, 2v എന്ന് പറഞ്ഞ സ്പീഡിലാണ്. അതിന് വേണ്ടി എത്ര സമയം പോയി? ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണല്ലോ. അപ്പോൾ 60/2v വരും. അവിടെ യൂണിറ്റ് ഒക്കെ കറക്റ്റ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. 60/2v. അപ്പോൾ ടോട്ടൽ ടൈം 60 കിലോമീറ്റർ 3v സ്പീഡിൽ പോയപ്പോൾ അതിന് വേണ്ടിയ സമയം 60/3v. പിന്നെ ഒരു 60 കിലോമീറ്റർ 2v എന്ന് പറഞ്ഞ സ്പീഡിൽ പോയി, അതിന് വേണ്ട സമയം 60/2v. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്തു. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുക? ന്യൂമറേറ്റർ സൈഡിൽ 120 വന്നു, ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ ഒരു 60/3 വേണമെങ്കിൽ റിഡ്യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഓക്കെ 60/3v ചെയ്താൽ എന്ത് വരും? നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്യാനുണ്ട് കേട്ടോ. 60/3v ചെയ്ത് കഴിഞ്ഞാൽ 20/v വന്നു. ശരിയാണല്ലോ. 63 വെട്ടിപ്പോകുമ്പോൾ 20 വരുമല്ലോ. 60/2 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 60/3 ചെയ്ത 20 ആണ്. 60/2 ചെയ്ത് കഴിഞ്ഞാലോ 30 ആണ്. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണമല്ലോ. എളുപ്പമല്ലേ സിംപ്ലിഫൈ ചെയ്യാനായിട്ട്? 120 ഡിവൈഡ് ബൈ, ഇവിടെ രണ്ടിനും ഒരേ ഡിനോമിനേറ്റർ ആണ്. അപ്പം 20 + 30 50/v വരും. നമ്മൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഡിവിഷൻ ബൈ 50/v ചെയ്യണമെങ്കിൽ മൾട്ടിപ്ലൈ വിത്ത് റെസിപ്രോക്കൽ. അപ്പോൾ 12v/5 വരും അല്ലേ. 0 വെട്ടിക്കളഞ്ഞാൽ 12v/5 കിട്ടും. 12v/5 ആണ് വരാം അല്ലേ. 12v/5 വരും. അതെത്രയാ? 12/5 എത്ര വരും? 12/5 ഒന്ന് ഡിവിഷൻ ചെയ്ത് നോക്കാം. 2.4 വരും അല്ലേ. അപ്പോൾ ആൻസർ 2.4v ആണ്. സ്പീഡിന്റെ യൂണിറ്റ് km/h. ഇതിന്റെ ആൻസർ ഏതാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നിങ്ങളിത് എഴുതിയെടുത്തല്ലോ. എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. ഈ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ മീൻ മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ 51 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ആർ ഇൻ AP വിത്ത് ഫസ്റ്റ് ടേം 4 ആൻഡ് കോമൺ ഡിഫറൻസ് 3. അങ്ങനെയാണെങ്കിൽ മീൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. മീഡിയൻ എത്തിയിട്ടില്ല. മീഡിയൻ നമുക്ക് എന്നാലും ഞാനിപ്പോൾ പറഞ്ഞുതരാം. മീഡിയൻ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അത് കഴിഞ്ഞിട്ട് മീൻ ഡീവിയേഷൻ, സം ഓഫ് ഡീവിയേഷൻസ് ഉണ്ട്, അതും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യാം അല്ലേ. കാരണം നമ്മളിപ്പോൾ മീനാണല്ലോ പഠിച്ചിരിക്കുന്നത് അല്ലേ. ക്വസ്റ്റ്യൻ എന്താണ് വായിച്ചപ്പോൾ എല്ലാം മനസ്സിലായ ക്വസ്റ്റ്യൻ? ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിനെ ബേസ് ചെയ്ത് 3 ക്വസ്റ്റ്യൻസ് തന്നിരിക്കുകയാണ്. ഇത് NDA 2022 ആണ്. ദ മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ 51 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ആർ ഇൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ഫസ്റ്റ് ടേം 4 ആൻഡ് കോമൺ ഡിഫറൻസ് 3 അല്ലേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ടേം എന്താണ്? 51 സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് ടേം 4 ആണ്. കോമൺ ഡിഫറൻസ് എന്താണ്? 3 ആണ് അല്ലേ. കോമൺ ഡിഫറൻസ് 3 ആണ്. അപ്പൊ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ 7 ആയിരിക്കും വരാം. കാരണം ഫസ്റ്റ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണല്ലോ സെക്കൻഡ് ടേം കിട്ടുന്നത് അല്ലേ. അപ്പൊ ഫസ്റ്റ് സ്റ്റുഡന്റിന്റെ മാർക്ക് 4 ആണ്. അപ്പൊ സെക്കൻഡ് സ്റ്റുഡന്റിന്റെ മാർക്ക് 7 ആണ്. അപ്പൊ 3 ആഡ് ചെയ്ത് പോയാൽ മതി അല്ലേ. 3 ആഡ് ചെയ്ത് പോകണം. പക്ഷേ ഇത് 51 ടേംസ് ഉണ്ട്. ലാസ്റ്റ് ടേം എന്താണെന്ന് എനിക്കറിയില്ല. 51 ടേം ഉണ്ട് ഇങ്ങനെ പോയി അല്ലെ. മാർക്സ് ഒബ്റ്റൈൻ ബൈ 51 സ്റ്റുഡൻസ് ആണ്. ഇതിന് മീൻ കണ്ടുപിടിക്കണം. അപ്പോൾ 51 ടേം ഉണ്ടെന്ന് മനസ്സിലായല്ലേ. അപ്പോൾ ഒരു ഷോർട്ട് കട്ട് ഫോർമുല നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? 51 ടേംസ് AP ആണ് വരണമെങ്കിൽ X ബാർ കാണാനുള്ള ഫോർമുല ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2. ശരിയല്ലേ?
ഫസ്റ്റ് ടേമിന് ഞാൻ എ എന്ന് ഡിനോട്ട് ചെയ്തോട്ടെ. നിങ്ങൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പഠിച്ചതാണല്ലോ അല്ലേ? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നമ്മൾ സെപ്പറേറ്റ് പഠിക്കുന്ന ടോപ്പിക്കാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഫസ്റ്റ് ടേം നമ്മൾ എ എന്നാണ് ഡിനോട്ട് ചെയ്യുക, വേർ എ ഈക്വൽ ടു 4. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 51th ടേം അല്ലേ? ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 51st ടേം. ഒരു എ പിയുടെ nth ടേം കാണാനുള്ള ഫോർമുല എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണല്ലോ. അപ്പോൾ ഒരു എ പിയുടെ 51st ടേം കാണാനുള്ള ഫോർമുല എ പ്ലസ് 51 മൈനസ് 1 ഡി ആണ്. അതായത് 50d ആണ്. ഓൾ ഡിവൈഡഡ് ബൈ 2. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ബൈ 2. പറഞ്ഞ മനസ്സിലായല്ലോ? nth ടേം ഓഫ് എൻ എ പി എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. അപ്പോൾ 51st ടേം വിൽ ബി ദ ലാസ്റ്റ് ടേം. 51st ടേം എന്ന് പറഞ്ഞാൽ എ പ്ലസ് 51 മൈനസ് 1 ഇൻറ്റു ഡി എന്നായിരിക്കും വരാം. ഇവിടെ എ പ്ലസ് എ 2a ആണല്ലോ അല്ലേ? 2a പ്ലസ് 50d ഡിവൈഡഡ് ബൈ 2. നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2a ബൈ 2a വരും. 50d ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 25d വരും അല്ലേ? ശരിയല്ലേ? 2a ബൈ 2 ചെയ്തപ്പോൾ a കിട്ടി, 50d ബൈ 2 ചെയ്തപ്പോൾ 25d കിട്ടി. ഇവിടെ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം വിച്ച് ഈസ് 4 പ്ലസ് 25 ഇൻറ്റു കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് 3 ആണല്ലോ അല്ലേ? അതെ. 25 ഇൻറ്റു 3 75. 75 പ്ലസ് 4 79 ആണ്. അപ്പൊ ഈ പ്രോബ്ലം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ? ശരിയല്ലേ?